യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം, അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. CSFിലെ 2 പേർ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച്. അത് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, വിവരങ്ങൾ. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുന്നിലെ CISF ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം എത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ പ്രതിഷേധക്കാരെ തടയാൻ ബാരിക്കേഡുകൾ വെച്ചിരുന്നുവെങ്കിലും പ്രതിഷേധക്കാർ വന്ന ഉടനെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് മറുവശത്തുള്ള ബാരിക്കേഡുകൾ പൊളിക്കാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഐവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവുമായി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. നിലവിൽ പ്രതിഷേധം നടക്കുകയാണ്. ബാരിക്കേഡുകൾ പൊളിക്കാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് മറുവശത്തുള്ള പ്രതിഷേധക്കാരെ തടയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, യഥാർത്ഥത്തിൽ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് എയർപോർട്ടാകുമ്പോൾ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാകുമല്ലോ. അഡീഷണൽ പോലീസ് ബന്ദോബസ്ത് ഉണ്ടോ അവിടെ? വലിയ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സേനയുടെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരി പോലീസും സമീപത്തുള്ള മറ്റ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ മുകളിൽ നിന്ന് പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ CISFകാർ പകർത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താഴെ പ്രതിഷേധിക്കുകയാണ്. അവിടെ മുകളിൽ നിന്നുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ വീഡിയോ ചിത്രീകരിച്ചതാണ് അവരെ പ്രകോപിപ്പിച്ചത്. ആ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. വടികൾ, അവർ കൊണ്ടുവന്ന കൊടിയുടെ തോരണങ്ങൾ ഉൾപ്പെടെ വടികൾ ഉൾപ്പെടെ ആ അകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട്. ശ്യാംകുമാറാണ് നെടുമ്പാശ്ശേരി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഐവിന്റെ കൊലപാതകത്തിൽ CSFിലെ വിനയകുമാറും മോഹനും രണ്ടുപേരും ഈ ചെറുപ്പക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ചെറിയൊരു റോഡ് തർക്കം, അതായത് ഓവർ സ്പീഡ് എടുത്തോ അതോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തോ അതല്ലെങ്കിൽ വണ്ടി മുട്ടിയതോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാരണത്തിലുണ്ടായ ശകടയാണ് ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്താൻ ഈ 2 CSF ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ബോണറ്റിൽ പെട്ടുപോയ ചെറുപ്പക്കാരനെ 1.5 കിലോമീറ്ററോളം ഇവർ വലിച്ചു കൊണ്ടുപോയി അവസാനം കാറിടിപ്പിച്ച് കൊന്നു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നെടുമ്പാശ്ശേരിയിലെ CSF ആസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ശ്യാംകുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്, കുറെ നാളുകളായി ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് CISFനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാധാരണ നാട്ടുകാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്, ഇവർ ചെയ്യുന്ന ക്രൂരതകൾ എന്തൊക്കെയാണെന്ന്. കയ്യിൽ അധികാരമുണ്ടെന്ന് കരുതി, കയ്യിൽ തോക്കുണ്ടെന്ന് കരുതി സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറാമെന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ്. അത് വെറും ഒരു പൊള്ളയായ സ്വപ്നമാണെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ഈ CISF പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഇൻസ്പെക്ടർമാരുടെ കൊടും ക്രൂരത കൊണ്ട് ഐവിനെന്ന ഒരു ചെറുപ്പക്കാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് കടന്നുവരും. ഇനിയും ഇത് നടത്തിയ ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സമരത്തിൽ എത്തിച്ചേർന്ന എല്ലാ സഹപ്രവർത്തകർക്കും നേതാക്കൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പ്രിയപ്പെട്ട ലിൻഡോ പിയാൻഡോ, അബ്ദുൾ റഷീദ് പ്രിയങ്കരനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് CY ഷാബോർ, ഷിബു മൂലൻ, ആൻഡു മാവേലി, പ്രിയപ്പെട്ട ജോസ് P വർഗീസ്, ബിജു മുണ്ടാടൻ, പ്രിയങ്കരനായ ജീമോൻ കയ്യാല അടക്കം ഒട്ടനവധി കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ചാർജുള്ള സെക്രട്ടറി പ്രിയപ്പെട്ട സബാസിൻ പോൾ അടക്കം ഒരുപാട് യൂത്ത് കോൺഗ്രസിന്റെയും പ്രിയങ്കരയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ പ്രിയപ്പെട്ട ടിനു മോബിൻസ്, പ്രിയങ്കരനായ അനീഷ് മണവാളിനടക്കം, പോൾ ജോവർ അടക്കമുള്ള കോൺഗ്രസിന്റെയും AK ധനേഷ് അടക്കം, രാജു ജെർലി, സബാ മുഹമ്മദ് അലി അടക്കം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച നെടുമ്പാശ്ശേരിയിലെ CSF ആസ്ഥാനത്തേക്ക് പ്രതിഷേധവുമായി എത്തിയതാണ് യൂത്ത് കോൺഗ്രസുകാർ. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.